ഇന്ന് പെരുന്നാളായിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. കുറേ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു തെണ്ടുകൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. റെഡിയാക്കിയില്ലേ, നാളെ അല്ലെങ്കിൽ ഇന്ന് വാ നമുക്ക് ബിരിയാണി തിന്നാന്ന് ഒരു തെണ്ടികളും പറഞ്ഞില്ല. കേസ് എന്ത് ഫ്രണ്ട്സാണ് അവരൊക്കെ അല്ലേ. ഞങ്ങൾ ഓണത്തിനും വിഷുവിനൊന്നും വിളിക്കില്ല അവരെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാമെന്ന് കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ ചിക്കൻ മേടിക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. വൈകുന്നേരം പോയപ്പോൾ ഒരു ചിക്കൻ കട തുറന്നിട്ടില്ല. ലാസ്റ്റ് ഒരു ചിക്കൻ കട കണ്ടു. അങ്ങനെ 1 കിലോ മേടിക്കാനാണ് വേണ്ടിട്ട് പോയത്, പക്ഷെ അവിടെ 1 കിലോയുടെ ഒരു കോഴിയില്ല കേട്ടോ. അപ്പോൾ 2 കിലോ മേടിച്ചിട്ട് തോന്നും. ഇത് 2 കിലോയുടെ ഒന്നുമില്ല, കുറച്ചേ വെച്ചോളൂ കേട്ടോ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഏതോ ഒരു ചിക്കൻ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പണ്ടത്തെ ഒരു ഓർമ്മ വെച്ചിട്ടുണ്ടാക്കിയതാണ്. റൈസ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കിയിട്ടോ, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കനും റൈസും കൂടി ഒപ്പം മിക്സ് ഒന്നും ചെയ്തുണ്ടാക്കിയില്ല കേട്ടോ, കാരണം അത്